എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മഴക്കാലക്കെടുതികളെ പ്രതിരോധിക്കുന്നതിന് ട്രോമ കെയർ വളണ്ടിയർമാർക്കായി മലപ്പുറത്ത് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഴക്കാലക്കെടുതികളെ പ്രതിരോധിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ആരോഗ്യവകുപ്പ്, ജില്ലാ ട്രോമ കെയർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ മാർഗം തയ്യാറാക്കുന്നതിനും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുവാനും ഉദ്ദേശിച്ച് ട്രോമ കെയർ വളണ്ടിയർമാർക്കാണ് പരിശീലനം നൽകിയത്. മുന്നൊരുക്കം 2024 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് ഉദ്ഘാടനം ചെയ്തു. ദുരന്തം കൊണ്ട് ഒരു മരണവും ഉണ്ടാകാൻ പാടില്ല, ഒരു നാശനഷ്ടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മുൻകരുതലുകൾ നമ്മൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മൾ മുമ്പിൽ കാണുമ്പോൾ മുമ്പിൽ കണ്ടു മാത്രമേ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു ദുരന്തവും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടല്ല മുമ്പിൽ വരുന്നത്. നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാം മുമ്പിലുണ്ട്. നിങ്ങളെല്ലാം അതിൽ അറിഞ്ഞ് പ്രവർത്തിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദുരന്തവും ഒരു മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ദിവസങ്ങൾക്ക് മുമ്പോ കൃത്യമായിട്ട് യാതൊരു മുന്നറിയിപ്പ് നൽകാറില്ല. അങ്ങനെ മുന്നറിയിപ്പ് നൽകാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപക്ഷെ വളരെ വലിയൊരു മുന്നൊരുക്കങ്ങളും പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ഒരുപക്ഷെ അത്യാവശ്യത്തിന് വേണ്ടതിലധികം പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി, ദുരന്തത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടി വരും. നമ്മുടെ ജില്ലയിൽ വ്യത്യസ്തമായ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന പല പ്രദേശങ്ങളുണ്ട്. മലയോര പ്രദേശങ്ങളുണ്ട്, വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്, കടലാക്രമണത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്, ഒഴുക്കിൽപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്, മരങ്ങൾ കടപുഴകി വീണ് ആൾക്കാരുടെ ജീവന് നഷ്ടം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. അങ്ങനെ വളരെ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ മഴക്കാലത്തിന് മുന്നോടിയായി ഇതുവരെ നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് 15 മുതൽ 30% സാധാരണ ആവറേജിനേക്കാളും വർദ്ധിച്ച മഴയാണ് ലഭിക്കാൻ സാധ്യത. അത് തന്നെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. വളരെ കൃത്യമായ കണക്കുകൾ തൊട്ടടുത്ത ദിവസങ്ങളിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ദുരന്തം 10-15 ദിവസത്തിനപ്പുറം നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നൊരു മുൻകരുതലോടുകൂടി ഉള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ചടങ്ങിൽ ജില്ലാ ട്രോമ കെയർ പ്രസിഡന്റ് റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ഡോക്ടർ PM മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് എയർപോർട്ട് ഫയർ സർവീസിലെ സീനിയർ മാനേജർ ഇ. ഷൗക്കത്ത് അലി മുഖ്യാതിഥിയായിരുന്നു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ സെക്രട്ടറി KP പ്രതീഷ്, ട്രഷറർ ഹാറൂൺ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ K. ജോസഫ് സ്റ്റീഫൻ റോബി, മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ്, ജില്ലാ ട്രോമ കെയർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് PPA സഗീർ എന്നിവർ സംസാരിച്ചു. ദുരന്ത നിവാരണ ലഘൂകരണം എന്ന വിഷയത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് GS പ്രദീപ്, ദുരന്ത മേഖലയിലെ ആരോഗ്യരക്ഷ എന്ന വിഷയത്തിൽ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ C. ഷുബിൻ, NDC നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ നിസാർ, ദുരന്ത നിവാരണവും ഭിന്നശേഷിയും എന്ന വിഷയത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ CK ഷീബ മുന്താസ് എന്നിവർ പരിശീലനം നൽകി.